പെട്രോൾ വണ്ടിയാണ്. പെട്രോള് ഒരു 12-15 വലിയ ഓട്ടം ഇല്ല, പക്ഷെ ഒരു സെഡാൻ യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള ഒരു കസ്റ്റമറിന് ധൈര്യമായിട്ട് എടുക്കാം. കാരണം അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന വണ്ടിയാണ് സിയാസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാണ്. അന്ന് ഫിനാൻസ് കയറിയതേനു, പക്ഷെ വണ്ടി ചെറിയൊരു പ്രശ്നം കാരണം കസ്റ്റമർ എടുക്കാൻ പറ്റിയിട്ടില്ല. കസ്റ്റമറുടെ പ്രശ്നം അല്ലെങ്കിൽ കസ്റ്റമറിന് ചെറിയൊരു വണ്ടിന്റെ പ്രശ്നമല്ല, അല്ലല്ല വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. കസ്റ്റമർ ജെന്യൂൻ കസ്റ്റമർ ആയിരുന്നു, പക്ഷെ അവർക്ക് ചെറിയ സാഹചര്യം കാരണം വിചാരിച്ച അത്ര എമൗണ്ട് ഫിനാൻസ് കയറിയില്ല. അതുകൊണ്ട് ഉള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ല കസ്റ്റമർ വേറെ വന്നതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 10,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. 10,000. 23 മോഡൽ അല്ല? 23 മാനുഫാക്ചറിങ് വരുന്നത്. വെഹിക്കിൾ ആണ്. ഇവിടുന്ന് ടെസ്റ്റ് ഡ്രൈവ് പോയ വണ്ടിയാണ്. ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ. ഓക്കെ. അപ്പൊ ടെസ്റ്റ് ഡ്രൈവ് നോക്കുമ്പോ പലരും പറയാറുണ്ട് ടെസ്റ്റ് ഡ്രൈവ് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഓടിച്ചിട്ടും ഇതാക്കി. ഇത് ക്ലച്ചൊന്നും ഇല്ല, ഇത് ഓട്ടോമാറ്റിക് അല്ലേ. നോർമലി മറ്റേത് അറിയാൻ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ ആണെങ്കിലും കസ്റ്റമർ ഓടിക്കാന്ന് അറിയണമെങ്കിൽ ആകെ 1 കിലോമീറ്റർ ഒക്കെ ഓടിക്കുള്ളൂ. പക്ഷെ ഈ കിലോമീറ്റർ കൂടുതൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾഡ് ബ്രാഞ്ചിലേക്ക് ഇവിടുത്തെ ഡ്രൈവർ ഈ വണ്ടി ആയിട്ട് പോയി. ഇപ്പൊ അവിടെ ഒരു ഇവിടുത്തെ ഡ്രൈവർ ഓരോ ലൊക്കേഷനിൽ കൊണ്ടുകൊടുക്കും. അതുകൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ ആവുന്നത് അല്ലെ. 10,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. ഇവരുടെ ഡ്രൈവർ തന്നെയായിരിക്കും കൂടുതൽ ഓടിച്ചിട്ടുണ്ട്. ഇത് 2023 മോഡല് സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ ആൽഫന്റെ തൊട്ട് താഴെ. പക്ഷെ ഇതിൽ തന്നെ അലോയി കാര്യങ്ങളൊക്കെ വരും. പുഷ്പട്ടം വരും. പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഉണ്ടാവും, അതാ മെയിൻ. പിന്നെ സ്റ്റീരിയോ ഉള്ളെന്നോ മാറ്റാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാല് സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആണ്. നമ്മൾ വന്നിരിക്കുന്നത് റൊട്ടാന മോട്ടോഴ്സ് ആണ്, കോഴിക്കോട് മീൻചന്തയുള്ള. അതായത് അറിയാലോ, ഇവരുടെ യൂസ്ഡ് കാർ വിങ്ങിൽ എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ്. അപ്പോൾ നല്ല ബെസ്റ്റ് പ്രൈസിന് കാറുകൾ കിട്ടുന്നൊരു സ്ഥലമാണ്. നമ്മൾ ഇതുവരെ കാണിച്ച എല്ലാ വീഡിയോസിലും അങ്ങനെ വണ്ടികൾ കൊടുത്തുകൊണ്ടുന്നൊരു സ്ഥലമാണ്. ഓക്കെ, ഷാഹിദാണ് നമ്മുടെ കൂടെ. സ്വാഗതം. കോഴിക്കോട് മീൻചന്തയാണ് ലൊക്കേഷൻ. മീൻചന്ത ജംഗ്ഷന്റെ അടുത്ത് തന്നെ ഇവരുടെ വലിയ യാർഡാണിത്. തൊട്ടപ്പുറത്ത് തന്നെ ഷോറൂം ഉണ്ട് അല്ലേ? ടാറ്റ മോട്ടോഴ്സ് റൊട്ടാനയുടെ ഷോറൂമിലേക്ക് വന്നാൽ മതി കസ്റ്റമർ. അവിടത്തേക്ക് വന്നാൽ മതി. നിങ്ങൾ ഇവിടെ വന്നിട്ട് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് നേരെ പോയാൽ മതി. ഓക്കെ, ഇവിടെ ആരും ഉണ്ടാവില്ല, വരുമ്പോഴേ ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, അപ്പോ ഷാഹിദേ, ഞാൻ ഇത്രയും തള്ളി മറിച്ചില്ലേ? ഉണ്ട്. ഇന്ന് നമുക്ക് ചെറു ബഡ്ജറ്റ് വണ്ടികൾ മുതൽ വലിയ വണ്ടികളും ഉണ്ട്. 60,000 രൂപയുടെ കാർ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഒന്നുമില്ല, എൻ്റെ അടുത്ത് കുറെ പ്രേക്ഷകർ ഇങ്ങനെ ആവശ്യപ്പെടാറുണ്ട്, ബഡ്ജറ്റ് സെഗ്മെന്റ് കുറച്ച് കാറുകൾ കാണിച്ചാ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനത്തെ ചെറിയ ബഡ്ജറ്റിൽ ചെറിയ വിലക്കെടുക്കാൻ പറ്റിയ ഒരു ഫാമിലി ആയിട്ട് മഴയും വെയിലും കൊള്ളാതെ പോകാൻ പറ്റിയ ഒരു അത് മുതൽ സ്റ്റാർട്ടിങ് നമുക്ക് കൊടുക്കും. പിന്നെ അടുത്ത മാസം ഓണാണ് വരുന്നത്, അതുകൊണ്ട് സ്റ്റോക്ക് ഇപ്പൊ മാക്സിമം നമുക്ക് കുറയ്ക്കാന്നുള്ളൂ. കാരണം അടുത്ത മാസം അത്രയും സ്റ്റോക്ക് കയറും. പിന്നെ കയറും. ഓണത്തിന് ഓഫേഴ്സ് വരില്ല ന്യൂ കാറില്. ഓക്കെ, അപ്പം ഇപ്പൊ തന്നെ കുറെ ടാറ്റയിൽ തന്നെ ടിയാഗോ ഇതൊക്കെ ഫേസ് ലിഫ്റ്റ് വന്നല്ലോ. അപ്പൊ അതിന്റെ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ വില കുറക്കാന്ന് വെച്ചിട്ട് വണ്ടിയുടെ ക്വാളിറ്റി ഇല്ല, ഇത് യാർഡിലാണെന്നുള്ളൂ. വേറെ വണ്ടിക്ക് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് എടുക്കുന്ന വെഹിക്കിളാണ്. പിന്നെ കസ്റ്റമർ വേണമെങ്കിൽ കൊണ്ടുവന്നിട്ട് മെക്കാനിക്കിന് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ അടുത്ത് മീൻചന്ത തന്നെ എല്ലാ സംഭവം ഉണ്ട്, എല്ലാം ഉണ്ട്, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് സ്വാഗതം. ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ കമന്റ്സിൽ രേഖപ്പെടുത്താനും വിട്ടുവരുത്. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യ വാഹനം നമുക്ക് ടാറ്റയിൽ തന്നെ തുടങ്ങാം. ഒരു ടാറ്റയുടെ ഡീലർഷിപ്പ് അല്ലേ? ഓക്കെ, ടിയാഗോ ആണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ ടിയാഗോ. എങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ? ടിയാഗോ 2020 മോഡലാണ്. 12 മാസം ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി. ലാസ്റ്റ് വണ്ടി സിംഗിൾ ഓണർ ആണ്. 71,000 കിലോമീറ്റർ XT ആണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആണ്. AC പോസ്റ്റർ, ഫോർഡർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് കൂടി. പിന്നെ BS6 ആണ്. 20-ന് ശേഷം ടിയാഗോ BS6 വണ്ടി ഇറങ്ങിയിട്ടില്ല. ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. 1.2 പെട്രോൾ എഞ്ചിൻ ആണ്. പിന്നെ മാനുവല് മൈലേജ് ഒരു 14-17 റേഞ്ച് കിട്ടും. കാരണം ഇത് 3 സിലിണ്ടർ ആണ് എഞ്ചിൻ അല്ലേ? ഓക്കെ, പിന്നെ യാർഡിലാണ്. വീണ്ടും പറയാണ്, കുറച്ച് പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുമ്പോൾ ഡെലിവറി പോളിഷ് ചെയ്ത് നീറ്റാക്കിയിട്ട് വണ്ടി കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രൈസ് ഓട്ടം പറഞ്ഞോ? ഓട്ടോ 71,000 കിലോമീറ്റർ ഓടിയിട്ടില്ല. എത്രയോ പ്രൈസ്? ഇത് നമുക്ക് 3,55,000 രൂപ കൊടുക്കാം. 3,55,000 2020 12 മാസം 71,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. ക്ലെയിമോ കാര്യം എന്തെങ്കിലും ക്ലെയിം ഉണ്ട്? ക്ലെയിം പറയാണെങ്കിൽ മേജർ ക്ലെയിംസ് ഒന്നല്ല. ഡോറിന് ഈ ഡെന്റിങ് ലെവലിംഗ് ഉണ്ട്. ഈ ഡോറ് പിന്നെ ബമ്പർ മാറിയിട്ടുണ്ട്. അങ്ങനെ 2-3 ചെറിയ ക്ലെയിം, മേജർ ക്ലെയിംസ് ഒന്നുമില്ല, ചെറിയുള്ളതാണ്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഫുൾ ഓൺ കയറും. ഫുൾ ഓൺ 3,55,000 ചോദിക്കുന്നത്. ഓക്കെ,
അപ്പൊ താല്പര്യം എന്തായാലും വിളിച്ചോ. ഈ പറഞ്ഞ വില ഫൈനലാണോ അത് നെറ്റ് റേറ്റ് ആട്ടോ കാരണം ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് പറഞ്ഞിട്ട് അത്രയും വില കുറച്ചിട്ടാണ് ഇത് ഫസ്റ്റ് വീഡിയോ ഇനി വേറെ വണ്ടികളൊക്കെ കാണാം. എല്ലാ വണ്ടികളും കണ്ടിട്ട് വീഡിയോ ഫുൾ കണ്ടിട്ട് വില ഇരുത്തു. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ഡീസൽ കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയാണ്. ഹ്യുണ്ടായുടെ ആക്സെന്റ് i10 ഗ്രാൻഡിന്റെ സെഡാൻ കാറ്റഗറി ഇതിലേക്ക് വരുന്ന മോഡലാണ്. KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ അത്യാവശ്യം ഓട്ടം കൂടിയവർക്ക് ഇനിയിപ്പോൾ ഒരു ടാക്സി ഒക്കെ ഉപജീവന മാർഗമാക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. ഒരു 18-20 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. ഡീസൽ ആയതുകൊണ്ട് മൈലേജ് ഉണ്ട്. ആ ഒരു റേഞ്ചിൽ തന്നെ ഡീസലിൽ പൊതുവെ എല്ലാ വണ്ടിക്കും ഉണ്ടാവും മൈലേജ് 1.2 ഒക്കെ ആണെങ്കിൽ. ഓക്കെ, ഇത് ആക്സെന്റ് വരുന്നത് 2014 മോഡല്. 14 സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. മിഡ് ഓപ്ഷനാ? മിഡിൽ ഓപ്ഷൻ വാഹനം. എല്ലാം വരും. ഫോഗ്ലാം അടക്കം വന്നിട്ടുണ്ട്. പിന്നെ ഗ്രാൻഡ് ആയിട്ടുള്ള മിഡിൽ ഓപ്ഷനിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. റിയർ AC വെന്റ്. അതിന്റെ സെഡാനാണല്ലോ ഇത്. കിലോമീറ്റർ 1.18 ഓടിയിട്ടുള്ളത്. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. സിംഗിൾ ഓണർ ജെനുവിൻ കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. ഇപ്പൊ നമ്മുടെ അടുത്ത് പുതിയ വണ്ടി എടുത്തതാണ്, എക്സ്ചേഞ്ച് ചെയ്തതാണ്. മേജർ ആയിട്ടുള്ള ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ക്ലെയിംസ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു 10-15 ഉറുപ്പിന്റെ റീഫർബിഷ്മെന്റ് കണ്ടാൽ മതി. നമ്മൾ ഈ ആസിറ്റീസ് കണ്ടീഷനിലാണ് വണ്ടി കൊടുക്കുന്നത്. അതിനുള്ള വില ഇടുന്നുള്ളൂ. കാരണം നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കാം. ഒരു 2,50,000 രൂപ കൊടുക്കാം. 2.5 ലക്ഷത്തിന് 2014 മിഡിൽ ഓപ്ഷൻ ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന 1.15 കിലോമീറ്റർ ഓടിയ ഈ ഒരു എക്സെന്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇത് ഫുൾ ഓൺ കയറും. ഫുൾ ഓണ് ചാൻസ് 14 മോഡൽ ആയതുകൊണ്ട് കുറവാണ്. നോക്കാം, നമുക്ക് 2 lakhs വരെ എന്തായാലും ലോൺ കയറും. രണ്ടിന്റെ മേലെ പ്രൊഫൈൽ അനുസരിച്ച് നോക്കാം. പരമാവധി കോൾഡ് ലോൺ ഒക്കെ വെച്ചെടുക്കാൻ നോക്ക്. അതെ, ഇതൊന്നും ലോൺ എടുക്കാതെ മാക്സിമം എടുക്കാൻ ഏറ്റവും ബെറ്റർ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ 800 ആണ്. KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വരുന്ന വാഹനം, കോഴിക്കോട് ഇല്ല. ഇതേതാ മോഡല്? 2016 മോഡൽ LXI. ഓക്കെ, സെക്കൻഡ് ഓണർ ആണ്. 71,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഇത് ഫേസ് മാറി വന്ന മോഡലാട്ടോ. ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടി. 2016 വണ്ടി. ഓക്കെ, പിന്നെ മൈലേജ് ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. AC പോസ്റ്റർ 2 ഡോർ പവർ വിൻഡോ. 2 ഡോറേ വരുന്നുള്ളൂ. DXi ആയാലും. ഓക്കെ, പിന്നെ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ടോ? സ്റ്റീരിയോ ഒക്കെ ഉണ്ട്. സ്റ്റീരിയോ എല്ലാം ഉണ്ട്, ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇത് ഇപ്പോൾ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കുക ഈ കണ്ടീഷനിലാണ്? അല്ല, നമ്മൾ ഇതിപ്പോ വാഷ് ചെയ്ത് നീറ്റ് ആക്കിയിട്ട് കൊടുക്കും. പെയിന്റിംഗ് ചില വണ്ടിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ചെയ്യാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വില കുറച്ചിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. ഒരു മാർക്കറ്റിൽ അന്വേഷിച്ചവർക്ക് മനസ്സിലാവും. പെയിന്റിങ്ങിനൊക്കെ കൂടി വന്ന ഒരു 10,000 ഒന്നും വേണ്ട. ടച്ചപ്പ് അല്ല, സോറി. പെയിന്റിങ്ങിന് ആകെ ഒരു കോർണർ ബമ്പർ കോർണർ അടിക്കണമെങ്കിൽ 1,500 രൂപേന്റെ ചോട മതി. അല്ല, ഞാൻ മൊത്തത്തിലുള്ള അത് 10-20 രൂപയുടെ മൊത്തത്തിൽ പെയിന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോ എത്ര പ്രൈസ് എങ്ങനെയാ? ഇത് നമുക്ക് നെറ്റ് റേറ്റ് 2,10,000 രൂപ കൊടുക്കാം. ഇനി വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്യാം. 16 മോഡലാണ്. 16 മോഡൽ 2.10 റേറ്റ്. 2.10 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. സെയിം തന്നെ 16 നമ്മുടെ അടുത്തുണ്ട്. ഇതിന്റെ മുന്നത്തെ ഷേപ്പുള്ള അത് നമുക്ക് 190ക്കും കൊടുക്കാം. 190 തൊട്ട് മുന്നത്തെ ഷേപ്പുള്ള വണ്ടി അല്ലേ? അതും ഇതേ കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി തന്നെ. സെക്കൻഡ് ഓണർ വണ്ടി. അത് 190 190 വണ്ടി. അപ്പോൾ ഇത് 2.10 കേട്ടോ. ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു അൺരജിസ്റ്റേർഡ് വെഹിക്കിൾ ആണ്, ടാറ്റ അൾട്രോസ്. അതായത് ഇവിടുന്ന് നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ വാഹനങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഡെമോ വണ്ടികളായിട്ട് ഇറങ്ങിയിരുന്ന വാഹനങ്ങൾ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. വണ്ടികളൊക്കെ പോവാറുണ്ട് അല്ലേ? പിന്നെ ഇത് ഒരൊറ്റ വണ്ടി കൂടി സ്റ്റോക്കുള്ളൂ. ഇതേതാ മോഡല്? ഇത് 2023 മോഡല്. ഓട്ടോമാറ്റിക്കാ, DCA വരിക കേട്ടോ. ഓക്കെ, ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. 23 അല്ലേ? ഇത് ഫുൾ ഓപ്ഷൻ? ഫുൾ ഓപ്ഷന് സൺറൂഫ് ഇല്ലാന്നുള്ളൂ, ബാക്കി എല്ലാ ഓപ്ഷനും എല്ലാതും വരും. ഓക്കെ, ബാക്കി അലോയ്സ് പുഷ് ബട്ടൺ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. സൺറൂഫ് വരുന്നില്ല. പിന്നെ കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 10,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. 10,000. 23 മോഡൽ അല്ലേ? 23 മാനുഫാക്ചറിങ് വരുന്നത്. വെഹിക്കിൾ ആണ്. ഇവിടുന്ന് ടെസ്റ്റ് ഡ്രൈവ് പോയ വണ്ടിയാണ്. ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ. ഓക്കെ, അപ്പൊ ടെസ്റ്റ് ഡ്രൈവ് നോക്കുമ്പോൾ പലരും പറയാറുണ്ട് ടെസ്റ്റ് ഡ്രൈവ് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഓടിച്ചിട്ടും ഇതാക്കിയ. ഇത് ക്ലച്ച് ഒന്നും ഇല്ല, ഓട്ടോമാറ്റിക് അല്ലേ. നോർമലി മറ്റേത് അറിയണ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ ആണെങ്കിൽ കസ്റ്റമർ ഓടിക്കാന്ന് അറിയണമെങ്കിൽ ആകെ 1 കിലോമീറ്റർ ഒക്കെ ഓടിക്കുള്ളൂ. പക്ഷെ ഈ കിലോമീറ്റർ കൂടുതൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾഡ് ബ്രാഞ്ചിലേക്ക് ഇവിടുത്തെ ഡ്രൈവർ ഈ വണ്ടി ആയിട്ട് പോയി. ഇപ്പൊ അവിടെ ഇവിടുത്തെ ഡ്രൈവർ ഓരോ ലൊക്കേഷനിൽ കൊണ്ടുകൊടുക്കും. അതുകൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ ആവുന്നത് അല്ലേ? 10,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. ഇവരുടെ ഡ്രൈവർ തന്നെയായിരിക്കും കൂടുതൽ ഓടിച്ചിട്ടുണ്ട്. അതെ. ഓക്കെ,
അപ്പോ ഒരു ക്ലെയിം സംഭവിച്ചില്ല? ഇല്ല, നിലവിൽ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ഒരു അൾട്രോസ് ആണ്, ഫുൾ ഓപ്ഷൻ, സൺറൂഫ് വരാത്ത. അതെ, ഇത് അന്ന് ഇറങ്ങുമ്പോൾ 11.30 ആ റേഞ്ച് വില വരുന്നുണ്ട് വണ്ടിക്ക്. ഇതിപ്പോ ഓണർഷിപ്പ് ആരും ആയിട്ടില്ല? ഇല്ല, നിങ്ങളാണ് സിംഗിൾ ഓണർ ആവാൻ പോകുന്നത്. ഇതിപ്പോ ഓൺ ദ റോഡ് നമുക്ക് കൊടുക്കാൻ പോകുന്നത് ടാക്സ്, ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് വിത്ത് 3M പോളിഷിങ് എല്ലാം ചെയ്തിട്ടാണ് വണ്ടി നമ്മൾ കൊടുക്കുക. ഇത് 7,75,000 നെറ്റ് റേറ്റ് കേട്ടോ. 7,75 നെറ്റ് പ്രൈസ് ആണ്. 7,75 നിങ്ങൾ ഫസ്റ്റ് ഓണർ ആവാൻ പോകുന്ന വണ്ടിയാണ് ഇത് കേട്ടോ. അതും 7,75 ഫുൾ ഓൺ കയറും ചെയ്യും. ഫുൾ ഓൺ കയറും. ഓക്കെ, ന്യൂ കാറിന്റെ സെയിം ഇൻട്രസ്റ്റിലാണ് വരിക കേട്ടോ വണ്ടി. അതായത് ഓൺ റോഡ് പ്രൈസ് ആണ്. ഇതിന്റെ മുകളിൽ നിങ്ങൾ ഒരു പൈസയും ചെലവാക്കണ്ട. ഓൺ റോഡ് ടാക്സ് എല്ലാം അടച്ചിട്ടുള്ള പ്രൈസ് ആണ് 7,75 അല്ലേ? ഓക്കെ, 11.30 അന്ന് ഇറങ്ങുമ്പോൾ വില ഉണ്ട്. ഇന്നിപ്പോ 7,75 നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു യൂസ്ഡ് വണ്ടി നിങ്ങൾ നോക്കാന്നായിരിക്കും. യൂസ്ഡ് നോക്കുമ്പോൾ വെച്ചാൽ നിങ്ങൾ സെക്കൻഡ് ഓണർ ആവൂലേ? അതിന് പകരം നിങ്ങൾക്ക് ഫസ്റ്റ് ഓണറിൽ വണ്ടി എടുക്കാം. യൂസ്ഡ് മനസ്സിൽ കണ്ടാൽ മതി, വേറെ ഒന്നും കാണാം. പുതിയ കാറായിട്ട് മനസ്സിൽ കണ്ടാൽ യൂസ്ഡ് മനസ്സിൽ കണ്ടാൽ മതി. യൂസ്ഡ് വില കിട്ടുന്നത് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ താല്പര്യമായിട്ട് വിളിച്ചോളൂ അടുത്ത വണ്ടിയിലേക്ക്. എനിക്ക് തോന്നുന്നു ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെഹിക്കിൾ അല്ലേ? KL 57 രജിസ്ട്രേഷൻ വരുന്ന, കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന i10 ആണ് വാഹനം. ഏതാ മോഡല്? ഇത് 2008 മോഡലാണ്. 28 വരെ പേപ്പർ ഉണ്ട് വണ്ടി. ഓക്കെ, ഇനിയിപ്പോ 1.5 വർഷം. അതെ, ഇതിപ്പോ മോഡല് 28 എത്ര വരെ ഉണ്ട്? 2028 2 വർഷത്തിനടുത്ത് 2028 പകുതി എന്തോ ആണ്. നോക്കണം, 28 ലാസ്റ്റ് വരെ ആയിട്ടാണ് കറക്റ്റ്. എന്തായാലും വണ്ടി ഇത് എടുക്കാറുള്ള ആൾക്കാർക്ക് നമുക്ക് എന്താ പറയുക, ഓണർഷിപ്പ് ഇതൊന്നും നോക്കണ്ട. അത്ര ബഡ്ജറ്റേ ഉള്ളൂ. ഇവർ ഇനി ഉപയോഗിച്ച് ഇത് കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്ക്രാപ്പിന് കൊടുത്താലും ഇവർക്ക് അത്യാവശ്യം പൈസ കിട്ടും. ജില്ലയിൽ വിൽക്കാനും പറ്റും. അത്ര ബഡ്ജറ്റിൽ നമ്മൾ വണ്ടി കൊടുക്കുന്നുള്ളത്. ഇത് 2008 4ാമത്തെ ഓണർ 1.12 ഓടിയ വണ്ടിയാണ്. ലാസ്റ്റത്തെ ഇപ്പോൾ ഓണർഷിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽബോർഡൊക്കെ ബാക്കിൽ കാണാം. എൽബോർഡ് വെച്ച് ഓടി ഒരു എയിമാക്കി ഒരു വണ്ടി വിറ്റ് പുതിയ വണ്ടി എടുത്തു. അതായത് ഒരു എൽബോർഡും കൂടി ആരെങ്കിലും പഠിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. അതുകൊണ്ട് കാണിക്കുകയാണ്, വേറൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇടയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാണിച്ചു. 4ാമത്തെ ഓണർ ആയിട്ടുണ്ട് കേട്ടോ. 4ാമത്തെ ഓണർ. പിന്നെ പ്രൈസ് എത്രയാ? ഇത് 60,000 രൂപ കൊടുക്കാം. 60,000 രൂപയ്ക്ക് i10 നിങ്ങൾക്ക് കൊണ്ടുപോകും. 28 വരെ പേപ്പറുള്ള വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ്, AC, 2 ഡോർ പവർ വിൻഡോ എല്ലാം വർക്കിംഗ് അല്ല? എല്ലാം വർക്കിംഗ് ആണ്. നോക്കണ്ട, ബമ്പർ നോക്കണ്ട, ഇന്റീരിയർ പക്കാ നീറ്റാണല്ലേ? നീറ്റ് വണ്ടി. ഓക്കെ, ബമ്പർ പഠിച്ചല്ലേ? വന്നിട്ടുണ്ട് വണ്ടിക്ക്. അപ്പൊ വന്നിട്ടുണ്ട്. ക്ലച്ചിന്റെ അവസ്ഥ എന്താ? ക്ലച്ച് ഉണ്ട്, കുറവാണ്. എന്നാലും ക്ലച്ചിന്റെ മുകളിലായിരിക്കും. കാരണം ശരിക്കും ഇതിന്റെയൊക്കെ മാറണമെങ്കിൽ എത്ര പൈസ? എന്തായാലും ഒരു 10 രൂപന്റെ റേഞ്ച് വരും. 8 to 10 ആ റേഞ്ച് ക്ലച്ച് മാറാൻ കാണേണ്ടി വരും. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടോ നോക്കിക്കോ. 60,000 രൂപയ്ക്കാണ്. ലോണും കാര്യമൊന്നും കിട്ടൂല. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം ഇഗ്നിസ് ആണ്. സംഭവം ഇവരാണ് ഇവിടെ കൂട്ടത്തിൽ ചേരാത്തത്. കാരണം എന്താ വെച്ചാൽ ബാക്കിയെല്ലാം പൊടി പിടിച്ച് അരമ്പായി കിടക്കാണ്. ഇവരാണ് നല്ല വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് സ്റ്റോക്ക് വന്നിട്ടേ കേറിയിട്ടുള്ളൂ. പുതിയ സ്റ്റോക്ക് കയറിയതാണ് അല്ലേ? KL 85 രജിസ്ട്രേഷൻ ആണ്. എവിടെ? ഫറൂഖ് ഇവിടെ തന്നെ. ഓക്കെ, ഏതാ മോഡല്? ഇത് 2023 മോഡല് സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ, ആൽഫന്റെ തൊട്ട് താഴെ. പക്ഷെ ഇതിൽ തന്നെ അലോയ് കാര്യങ്ങളൊക്കെ വരും. പുഷ്പട്ടം വരും. പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ഉണ്ടാവും, അതാ മെയിൻ. പിന്നെ സ്റ്റീരിയോ ഉള്ളെന്തോ മാറ്റാണ്. അതെ, വേറെ ബാക്കി കാര്യങ്ങൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. 54,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള. ആകെ 23 മോഡൽ, 54,000 കിലോമീറ്റർ. സീറ്റ മാനുവൽ. 4 ടയർ തന്നെ പക്ക പുതിയ ടയറാണ്. കോർഡിനന്റിന്റെ പുതിയ ടയറാണ്. അലോയ് ഉണ്ട്. രസമുള്ളതാണ് വണ്ടി. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ. സ്റ്റൈലിഷ് വണ്ടി. ഇപ്പൊ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. എല്ലാം നിർത്തുമാണ് ആൾക്കാർക്ക്. അറിയില്ല, അത്യാവശ്യം മൈലേജ് കിട്ടും. പിന്നെ യാത്ര കംഫർട്ട് ഉള്ള വണ്ടിയാണ്. ലോങ് ഒക്കെ പോകാനും. മൈലേജ് 12-15 ആ റേഞ്ച് തന്നെ. 15 റേഞ്ച് വില കിട്ടും. ഓക്കെ, ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ഇപ്പൊ ചോദ്യം? ഇത് നമുക്ക് 5.95 ലാസ്റ്റ് കൊടുക്കാം. 5,95,000. 23 മോഡൽ സീറ്റ വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് അല്ല? അപ്പൊ താല്പര്യം വിളിച്ചോ. 5.5 മേലെ ലോൺ കയറും. ഈ പ്രൈസ് 5.95 നമുക്ക് ചെറിയ എന്തെങ്കിലും മാറ്റം നോക്കിയിട്ട് ചെയ്യാം. ഓൾറെഡി ഇത് നെറ്റ് ആണ്. നമ്മൾ നോക്കിയിട്ട് എന്തെങ്കിലും കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ചെയ്യാം. ടീം ടെക്കിന്റെ ചാനലിൽ നിന്ന് വന്നാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് സെഡാൻ കാറ്റഗറി സിയാസ് ആണ്. KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ. ഫുൾ ഓപ്ഷൻ. ഇത് ഫുൾ ഓപ്ഷൻ VXI പ്ലസ്. ഫുൾ ഓപ്ഷൻ അല്ല, VXI പ്ലസ് അല്ല. അലോയ്സ് വരുന്നില്ല. ഓക്കെ, പ്രൊജക്ടർ ഹെഡ്ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മോഡൽ ഏതാ? 15 മോഡല്. 15. ഓക്കെ, പെട്രോൾ വണ്ടിയാണ്. പെട്രോള് ഒരു 12-15. വലിയ ഓട്ടമില്ല. പക്ഷെ ഒരു സെഡാൻ യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള ഒരു കസ്റ്റമറിന് ധൈര്യമായിട്ട് എടുക്കാം. കാരണം
അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന വണ്ടിയാണ് സിയാസ്. ലുക്ക് മാത്രമല്ല എല്ലാം കൊണ്ടും പെർഫോമൻസും ഒക്കെ ഉണ്ട്. പെർഫോമൻസ് എല്ലാം കൊണ്ടും അടിപൊളിയാണ്. മാരുതി ഇങ്ങനത്തെ വണ്ടിയൊക്കെ ആ സമയത്ത് ഇറക്കിക്കണ് അല്ലേ? ഇത് ഇറക്കിയിട്ട് മാരുതിക്ക് എന്താ പറയുന്നത്, ഇത് കുറച്ച് ഓടിയിട്ടുണ്ട്. ഇതേപോലെ ഇറങ്ങിയ ഒരു വണ്ടിയായിരുന്നു SX4 ഉണ്ട്. പക്ഷെ അത് ഫെയിൽ ആയി പോയി. അത് കുറച്ച് ആ സമയത്ത് ഇറങ്ങി വിചാരിച്ചത്ര പോയില്ല സാധനം. ഈ 15 സമയത്തൊക്കെ ഇത് കിങ് ആണ് എനിക്ക് തോന്നുന്നത്. ഹോണ്ട സിറ്റി അതിനൊക്കെ ആയിട്ടാണ് വരുന്നത്, അഗേൻസ്റ്റ് വരുന്ന വണ്ടി. ഇത് ആ സമയത്ത് അടിപൊളി വണ്ടിയാണ്, ഒന്നും പറയാനില്ല. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ബമ്പറിൽ ചെറിയ പൊട്ടുണ്ട്. ഇല്ല, അത് ഇവിടെ ഒരു സ്ക്രാച്ചും ഉണ്ട്. ചെറിയ ബമ്പറിന്റെ മുകളിൽ വർക്ക് എടുക്കാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മള് വണ്ടി വന്നിട്ടുള്ള അതേ കണ്ടീഷനിൽ തന്നെ വില കുറച്ചിട്ട് കൊടുക്കാം ആ രീതിയിൽ. കിലോമീറ്റർ പറഞ്ഞോ? കിലോമീറ്റർ 85,000 കിലോമീറ്റർ. 85,000 VXI പ്ലസ് ആണ്. സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ. എത്രയാ പ്രൈസ്? എങ്ങനെയാ പ്രൈസ്? നമുക്ക് ലാസ്റ്റ് 4,30,000 കൊടുക്കാം. 4,30,000 രൂപയ്ക്ക് 15 സിയാസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. VXI പ്ലസ് ആണ് കേട്ടോ. ഓക്കെ, ലോണ് കിട്ടുമില്ലേ? ലോൺ കയറും. ഒരു 4ന്റെ അടുത്ത് വരെ ലോൺ മാക്സിമം കയറ്റി കൊടുക്കും. ചാൻസ് ഉണ്ട് അല്ലേ? അടുത്തതാ ഹ്യുണ്ടായ് ക്രെറ്റ. ഇവിടെ നിന്നുള്ളതിൽ വലിയ വണ്ടി അല്ലേ? ഏറ്റവും വലിയ വണ്ടിയാണ്. 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഇതാ മോഡല് ക്രെറ്റ 2023 SX ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ തന്നെ, പാനോറാമിക് സൺറൂഫ് ഒക്കെ വരും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാണ്. ഫിനാൻസ് കയറിയതേനു, പക്ഷെ വണ്ടി ചെറിയൊരു പ്രശ്നം കാരണം കസ്റ്റമർ എടുക്കാൻ പറ്റിയിട്ടില്ല. കസ്റ്റമറുടെ പ്രശ്നം അല്ലെങ്കിൽ കസ്റ്റമറിന് വണ്ടിന്റെ പ്രശ്നമല്ല. അല്ലല്ല, വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. കസ്റ്റമർ ജെന്യുവൻ കസ്റ്റമർ ആയിരുന്നു. പക്ഷെ അവർക്ക് ചെറിയ സാഹചര്യം കാരണം വിചാരിച്ചത്ര എമൗണ്ട് ഫിനാൻസ് കയറിയില്ല. അതുകൊണ്ട് ഉള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ല കസ്റ്റമർ വേറെ വന്നതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഒരാളിപ്പോ ബുക്ക് ചെയ്ത് അയാൾ വേണ്ടാന്ന് പറയാതെ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് വേറെ കസ്റ്റമറെ എത്ര ക്യാഷ് പർച്ചേസ് ആണ് കൊണ്ടുവന്നാലും അടക്കം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഒരാൾ ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഇപ്പൊ പിന്നെ അവസാനം നമ്മളിപ്പോ വീണ്ടും സ്റ്റോക്ക് ആക്കി ഇട്ടതാണ്. 23 വണ്ടി, സിംഗിൾ ഓണർ, 38,000 കിലോമീറ്റർ ഓടി. SX ഓപ്ഷൻ ഇല്ല, SX ബസ് ഇല്ല. എല്ലാം പുഷ് ബട്ടൺ കംപ്ലീറ്റ് വരും. സീറ്റ് വെന്റിലേഷൻ വെച്ച് ബാക്കി എല്ലാം വരും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പാനോറാമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പെട്രോൾ ആണ് കേട്ടോ. പെട്രോൾ മാനുവൽ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ക്വാളിറ്റി വെഹിക്കിളാണ്. ഒരേ 12-16 റേഞ്ച് ഒക്കെ, ഏകദേശം 16 ഇല്ല 15 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. പുതിയ മോഡൽ ക്രെറ്റയിലൊക്കെ സംഭവം പവർ കൂടിയ എഞ്ചിൻ ആണെങ്കിലും അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. പൊതുവെ പറഞ്ഞു കേൾക്കാറ് യാത്രാ കംഫർട്ട് ആണ് മെയിൻ. ലോങ് ഒക്കെ എടുത്തു പോയാൽ നമുക്ക് ഒന്നും അറിയില്ല. തീർച്ചയായും കുലുങ്ങൊന്നുമില്ല. ഇതിപ്പോ പ്രൈസ് അന്നത്തെ തന്നെ നമ്മളിട്ടെ? അല്ല, പ്രൈസ് കുറച്ചും ചെയ്തിട്ടുണ്ട്. നമ്മള് 13,25 അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇന്നിപ്പോ നമുക്ക് 12,99,000 രൂപ കൊടുക്കാം. 12,99, 26 രൂപ കുറച്ചു അല്ലേ? 26,000 രൂപ നമ്മൾ കുറച്ചു കുറച്ചു. ഓക്കെ, അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. അന്ന് മിസ്സായവർക്ക് ഇതാ വീണ്ടും ഒരു അവസരമാണ്. ക്രെറ്റ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലോൺ മാക്സിമം കയറൂല്ലേ? ലോൺ കയറും. ലോൺ എന്തായാലും നമുക്ക് ഒരു 2 lakhs ഒക്കെ കസ്റ്റമറുടെ കയ്യിലുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് ലോൺ കയറ്റി കൊടുക്കാം. അടുത്തത് ഹ്യുണ്ടായ് ഇയോൺ ആണ്. KL 41 ആലുവ രജിസ്ട്രേഷൻ വാഹനം. പക്ഷിയൊക്കെ തൂറിയിട്ടേക്കുന്ന വാഷ് ചെയ്താല് തനി തങ്കാണ്. ഇപ്പോഴത്തെ കോലം നോക്കണ്ട. 2014 മോഡല് 15 രജിസ്ട്രേഷൻ, തേർഡ് ഓണർ ആണ്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഇത് എറാ പ്ലസ് 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ. അതാണ്. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ടോ? സ്റ്റീരിയോ ഒക്കെ ഉണ്ട്. സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അഡീഷണൽ. അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. മേഖല ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ ഓട്ടോ 95 95,000 ഓടിയിട്ടുണ്ട്. 15 മോഡൽ അല്ലേ? ഓക്കെ, ഇയോൺ ആണ്. 800cc, മൈലേജ് ഒരു 15 വരെ ഒക്കെ കിട്ടും നല്ലോണം ഓടിക്കുകയാണെങ്കിൽ. അതെ, ഞാൻ 14-17 പറഞ്ഞത്. 14-17 ഹ്യുണ്ടായിക്ക് പൊതുവെ 800cc ആന്ന് പറഞ്ഞ കാര്യമില്ല. ഹ്യുണ്ടായിക്ക് പൊതുവെ ഒരു മൈലേജ് എടുക്കാൻ മടിയാണ് അല്ലെ? മടിയുള്ള ഒരു സെഗ്മെന്റ് ഹ്യുണ്ടായുടെ വണ്ടിയാണ്. പക്ഷെ പെർഫോമൻസ് അടിപൊളിയായിരിക്കും എന്ത് പറഞ്ഞാലും. ഓക്കെ, ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? അപ്പൊ എത്രയാ പ്രൈസ്? ഇത് നമുക്ക് നെറ്റ് റേറ്റ് ആയിട്ട് 165, 1,65,000 രൂപയ്ക്ക് 14 മോഡൽ 15 രജിസ്ട്രേഷൻ ഇറാ പ്ലസ് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് കഴുകി പ്രത്യേകം കഴിച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നവർക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാവും. അത് ഒരു വരുമ്പോഴേക്ക് ഇത് കഴുകി വെക്കും. ഇത് വീഡിയോ കഴിഞ്ഞ് നാളെ അവർ വരുമ്പോഴേക്ക് വണ്ടിയൊക്കെ ഫുൾ കഴുകി വെക്കും. ഓക്കെ, അപ്പൊ താല്പര്യം നോക്കി ഒരു 1 lakh ലോൺ കിട്ടുമോ? ഇത് ലോൺ കയറും. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണിത്. ആൾട്ടോ 800 KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതാ മോഡല്? 2012 മോഡല്, 13 രജിസ്ട്രേഷൻ, LXI ആണ്. 2 ഡോർ പവർ വിൻഡോ വരും. ഈ രജിസ്ട്രേഷൻ നമ്മൾ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ് പറയുക? മോഡൽ അല്ലാതെ ഒരു കൊല്ലത്തെ ടാക്സ് കൂടുതൽ കിട്ടും, റിന്യൂവൽ ഡേറ്റ് ഒന്നും കൂടി കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ 12 മാത്രമാണ് ആൾക്കാർ വിചാരിക്കും 13ന്റെ രജിസ്ട്രേഷൻ. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. 12 ഏതാ മാസം എന്ന് മനസ്സിലാവില്ല. 13 രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ജനുവരി ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും രജിസ്ട്രേഷൻ വരും. ഓക്കെ, അപ്പോൾ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ?
ഇതിന്റെ ബോണറ്റ് മാറിയിട്ടുണ്ട്. വേറെ മേജർ ക്ലെയിം ഒന്നുമില്ല. ഇതൊക്കെ വില അത്രയായ ഇതൊന്നും ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും കൂടുതലൊന്നും നോക്കണം. ഇത് വണ്ടി എടുത്തു കൊണ്ടുപോയിട്ട് വണ്ടി നിന്നുപോയിട്ട് അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ. ക്ലെയിം വന്നാൽ വണ്ടി എങ്ങനെ നിന്ന് പോവാ? ക്ലെയിം വന്നാൽ പുതിയല്ലേ കിട്ടുന്നത്. ഐ മീൻ ഗ്ലാസ് ക്രാക്ക് ഉണ്ട്. ഗ്ലാസ് മാറ്റിയ പുതിയ ഗ്ലാസ് അല്ലേ? ഒരു പുതിയ ഗ്ലാസ് അല്ല, നമ്മള് പാർട്ടിന്റെ അടുത്ത് വണ്ടി എടുക്കുമ്പോ ക്ലെയിം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ചിട്ടല്ല നമ്മൾ എടുക്കാം. ആ വില കുറവ് കൊടുക്കുന്നില്ലല്ലോ, കൊടുക്കണം. അതിനെ ചോദിച്ചേ. ഓക്കെ, അപ്പോ ഇത് നിലവിൽ തേർഡ് ഓണർ ആണ്. 92,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. നെറ്റ് പ്രൈസ് 130 കൊടുക്കുക. 1,30,000 രൂപ. 1,30,000 രൂപയ്ക്ക് 12 മോഡൽ 13 രജിസ്ട്രേഷൻ LXi 3ാമത്തെ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മള് ഒരു കാറ് സ്വന്തമാക്കണം, ഒരു എൻട്രി ലെവലിൽ ഉപയോഗിക്കാൻ ഫസ്റ്റ് പിന്നെ പഠിക്കാനും ഒക്കെ പറ്റുന്ന അങ്ങനത്തെ ഒരു സെഗ്മെന്റ് വണ്ടികളാണ് ഇതൊക്കെ. അത്യാവശ്യം ഫാമിലി യൂസിനും പറ്റും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. ലോൺ കയറും, ഇതിൽ 12 ലോൺ കയറും. പിന്നെ 1 lakh ശ്രീരാവിലൊക്കെ കയറും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് ഫോണിൽ. പിന്നെ നമ്മളെ ബാക്കി ഫുൾ വണ്ടിയുടെ സ്റ്റോക്ക് കാണണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ കാറ്റലോഗിന്റെ ലിങ്ക് വരും. ലിങ്കിൽ കയറാം, ഫുൾ വണ്ടിയുടെ ഡീറ്റെയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് ഫോണിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പേജ് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു, ബൈ.